പിന്നെ ഒരു വോബ്ലിംഗ് പോലെ തോന്നുന്നുണ്ട്. ഒരു ഇപ്പോൾ ഒരാൾ തനിച്ച് ഒരു 70 കിലോമീറ്റർ മുകളിലൊക്കെ പോവുകയാണ്, ഹൈവേയിലൊക്കെ ഓപ്പൺ ഹൈവേയിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ആട്ടം ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. 50 to 60 ഓടിച്ചാൽ നമുക്കൊരു 100 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ലോ ആയിട്ട് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്മാർട്ട് എക്കോയുടെ ഓപ്ഷൻ കിട്ടിയിരുന്ന നന്നായിരുന്നുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഇത് വരുന്ന നമ്മുടെ ആക്സിലേറ്ററിൻ്റെ വരുന്ന ഗ്രിപ്പ് ഭയങ്കര ഹാർഡാണ്. അമലേ നമസ്കാരം. നമ്മളിപ്പം പെരിന്തൽമണ്ണയാണുള്ളത്. അപ്പോൾ അമലിൻ്റെ റിസ്തേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അമൽ ഇത് എടുത്തിട്ട് എത്രയായി? ഓഗസ്റ്റ് 29 അടുത്ത്. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസം ഏകദേശം. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? 1600 കിലോമീറ്റർ ഓടി. ഓക്കെ, 1600 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഒന്നും ആവാനായിട്ടില്ല. എന്നാലും അമലിൻ്റെ ഒന്ന് എക്സ്പീരിയൻസ് പറയാൻ പറ്റും? വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. ഓക്കെ. ഒരു ദിവസം ഒരു 60 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടുന്ന ഒരാൾക്ക് കുഴപ്പമില്ല. അതിന് മുകളിലേക്കൊക്കെ പോയാൽ അത്ര സുഖമായിട്ട് തോന്നില്ല. ആണല്ലേ. അപ്പോൾ അമൽ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? ഞാൻ ഒരു ദിവസം നല്ല വീട്ടിലെ പർപ്പസ് ഡാഡിയും ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇലക്ട്രിക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇലക്ട്രിക് തന്നെ യൂസ് ചെയ്തിരുന്നു, ഒപ്റ്റിമ. അപ്പോൾ അത് എത്ര കൊല്ലം യൂസ് ചെയ്തു? അത് ഞങ്ങളൊരു 3 കൊല്ലം. കുറേ കിലോമീറ്റർ ഓടിയായിരുന്നു. കുറേ കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടി 3 കൊല്ലം കൊണ്ട്. പെട്ടെന്ന് റിസ്റ്റിലേക്ക് വരാൻ എന്തെങ്കിലും കാരണം? അത് കുറച്ച് ക്വാളിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സർവീസ് ഒന്നും അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡലല്ലേ? അതെ, ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ സെഡ് എന്ന് പറയുന്ന മോഡലാണ്. സെഡ് അല്ലേ? പ്രോ പാക്ക് ഇല്ലാത്ത മോഡലാണ് എടുത്തേക്കുന്നത്. പ്രോ പാക്ക് ഇല്ലാത്ത. ഇപ്പോൾ എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? എനിക്ക് 100 കിലോമീറ്റേഴ്സ് റേഞ്ച് കിട്ടുന്നുണ്ട്. ഒരു 50 to 60 കിലോമീറ്റേഴ്സിൽ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത്. അതായത് 60-50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൻ്റെ മുകളിൽ ഓടിക്കുന്നുണ്ട്. 50 to 60 ഓടിച്ചാൽ നമുക്കൊരു 100 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്കിൽ ആളെ വെക്കുന്നുണ്ടോ? ആൾ വെച്ച് ഓടിച്ചാലും. കയറ്റങ്ങളൊക്കെ ഉണ്ടോ വീട്ടിൻ്റെ ആ ഭാഗത്ത്? കയറ്റങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് 100 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല. ഞാൻ റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 125 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സെയിം വണ്ടിയിലാണ് ടെസ്റ്റ് ചെയ്തത്. ഇത് പ്രോ പാക്ക് ഇല്ലാത്ത മോഡലാണ്. ഈ സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ടെങ്കിൽ മേ ബി ആയി കൂടുതൽ കിട്ടാം. കാരണം നമുക്കൊരു ടോർക്ക് എപ്പോഴും കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് എക്കോ ആണെങ്കിൽ ചിലപ്പോൾ അത്രയും ടോർക്ക് തരില്ലായിരിക്കും. കുറച്ചുകൂടെ മൈലേജ് കൺട്രോൾ ചെയ്തിട്ട് ആയിരിക്കും, പവർ കൺട്രോൾ ചെയ്തായിരിക്കും ചിലപ്പോൾ ആ മോഡൽ വരുന്നത്. അപ്പോൾ അമല ഇതിന് പ്രോ പാക്ക് ഇല്ല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും? ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമുക്കിപ്പോൾ ഓരോ മോഡ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ബട്ടൺ ഇപ്പോൾ ഫങ്ഷണൽ അല്ല. കാരണം ഇത് പ്രോ പാക്ക് എടുത്താൽ മാത്രമേ എനേബിൾ ആവുള്ളൂ. അതെ. അപ്പോൾ നമ്മൾ സാറിന് ഇപ്പോൾ ഓലൊക്കെ ആണെങ്കിലും ഇപ്പോൾ റിസ്തേക്കാണെങ്കിലും മറ്റ് 450 ആണെങ്കിലും നമ്മൾ ഇതിനകത്തുള്ള മോഡ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോ പാക്ക് വേണം. അല്ലാത്ത കേസിൽ നമ്മൾ നോർമലി ഒരു വെഹിക്കിൾ പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിയിലെ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ട്? പെർഫോമൻസിൽ ഇപ്പോൾ നമുക്ക് മാക്സിമം മോട്ടറിൻ്റെ പൊട്ടൻഷ്യലാണ് കിട്ടുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞൊരു മോഡ് നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പുതിയ വണ്ടി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ സ്മാർട്ട് എക്കോയിലാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സ്ലോയിലൊക്കെ പോകുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കാതിരുന്നാലും നമ്മൾ ഈ ബൈക്കിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ടോപ്പ് ഗിയറിലിട്ട് പോകുന്ന സമയത്ത് സ്ലോ ആയിട്ട് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. പക്ഷെ അത് ഇതിൽ നടക്കുന്നില്ല. എപ്പോഴും ഒരു പിടുത്തമുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ശരിക്കും പ്രോ പാക്ക് എടുക്കാനാണോ അമല റെക്കമെൻഡ് ചെയ്യുന്നത്? അതെ, കസ്റ്റമറോട് പ്രോ പാക്ക് എടുക്കാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ. ആണല്ലോ. ഇത് തമ്മിൽ എത്ര റേറ്റ് ഡിഫറൻസ് ഉണ്ട് വണ്ടീൻ്റെ ശരിക്കുള്ള ആക്ച്വൽ? ഇതിപ്പോൾ റിസ്ത സെഡ് എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അതിൽ പ്രോ പാക്ക് ഇല്ലാതെ വരുന്ന സമയത്ത് 20,000 രൂപീസാണ് കുറയുന്നത്. അപ്പോൾ 20,000 രൂപ ശരിക്കും സ്പെൻഡ് ചെയ്യണം എന്നാണ് ബ്രോ പറയുന്നത്. പ്രോ പാക്ക് തന്നെ നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ. കാരണം പ്രോ പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാപ്പ്, ബ്ലൂടൂത്ത് വഴി കോൾ ആക്സസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല പെർഫോമൻസിലും പെർഫോമൻസിൽ പവറിൻ്റെ കാര്യത്തിലല്ല, നമുക്ക് സ്മാർട്ട് എക്കോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബട്ടൺ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ബട്ടൺ നമുക്ക് എന്താണ് സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ഫുൾ പൊട്ടൻഷ്യലിൻ്റെ ആവശ്യമില്ല. അതുപോലെ റേഞ്ച് നോക്കി ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്മാർട്ട് എക്കോ ഉള്ളതാണ് നല്ലത്. അതെ. അതുപോലെ തന്നെ ഈ സ്മാർട്ട് വർക്ക് ഇല്ലാത്ത കേസിൽ ഇപ്പോൾ ഇത് ഫുൾ പൊട്ടൻഷ്യൽ നോർമലി ഒരു സ്കൂട്ടർ പോലെയാണ്. ഇപ്പോൾ വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല. ആ കേസിൽ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്ലോ ആയി പോകുന്ന സമയത്ത് ഒരു സ്മൂത്തായിട്ട് പോകണമെന്നില്ല. നമ്മൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് പോകണ പോലെ ഒരു ഫീലാണ്. പെട്ടെന്ന് വണ്ടി അങ്ങ് നിൽക്കും. സ്റ്റാർട്ടിങ് വണ്ടിക്ക് ഓടിച്ച് ഒരു 10-15 കിലോമീറ്റർക്ക് പോയി കഴിഞ്ഞ ശേഷം വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു സ്മൂത്തായി പോകുന്ന ഒരു ഫീലുണ്ട് ഈ ഇറക്കത്തിലൊക്കെ. അത് ഇതിൽ വരുന്നില്ല. അതൊരു സേഫ്റ്റി സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാം. പക്ഷേ എനിക്കത് അത്ര സുഖമായിട്ട് തോന്നി. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റില്ല. വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഞാൻ 1,64,000 രൂപയ്ക്കാണ് പ്രോ പാക്ക് ഇല്ലാത്ത ഈ മോഡൽ എടുത്തത്. പ്രോ പാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് 20,000 രൂപ എക്സ്ട്രാ വരും. അതായത് 1,84,000 രൂപ വരുന്നു. അതെല്ലാം ആക്സസറീസ് അടക്കമാണോ? ആക്സസറീസ് ഒന്നുമില്ല. ഇത് ഈ ടോപ്പ് മോഡലിൽ വരുന്നതിൽ മാത്രമാണ് ഈ
എന്താ ബാക്കിലത്തെ റെസ്റ്റ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇത് വരുന്നുണ്ടാവില്ല ഇതിൻ്റെ താഴെയുള്ള മോഡലുകളിൽ. ഓക്കെ. അല്ലാതെ ടോപ്പ് മോഡലിൽ ഇപ്പോൾ പ്രോ ബാക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇതുണ്ടാവും. വേറെ ആക്സസറീസ് ആയിട്ട് എക്സ്ട്രാ ഒന്നും വരുന്നില്ല. ഈ ഫുഡ് റെസ്റ്റ് ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ് ഒക്കെ എക്സ്ട്രാ നമ്മൾ റേറ്റ് കൊടുക്കണം. 2000 വരുന്നുണ്ട്. ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ടോ? സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. ഇല്ല അല്ലേ? അതെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? വണ്ടി ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വണ്ടി കഴുകുന്ന സമയത്ത് നമ്മളിപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കഴുകുമ്പോൾ ഇവിടെയൊക്കെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വണ്ടി. അത് ഇവിടെ ബാറ്ററി അടിയിൽ വരുന്ന വണ്ടികൾക്കൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നത് നന്നായിരുന്നു എന്ന് തോന്നുന്നു. അതായത് ബാറ്ററി ഇവിടെ വരുന്നത്? അതെ അതെ, ഫുട്ടിൽ വരുന്ന സ്ഥലത്ത്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ബജാജ് ചേതക്കിനും ടി വി എസ് ഐക്യൂബിനും ബാറ്ററി അവിടെ തന്നെയല്ലേ വരുന്നത്? അതെ. ആ വണ്ടികൾക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടോ? ഞാൻ ഓർക്കുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു സെൻട്രൽ സ്റ്റാൻഡ്. അതേപോലെ അമലെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ ഇതിൻ്റെ ഫ്യൂച്ചറിൽ? അതെ അതെ, ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് പോലെ ഈ ലൈറ്റിന്റെ വിസിബിലിറ്റി കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാറുണ്ട്. ഏത് ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസിന്റെ കുഴപ്പമുണ്ട്. പിന്നെ അത്രയും ത്രോ കിട്ടുന്നില്ല. അതായത് മുമ്പ് വേറൊരു വണ്ടി മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൈഡൊക്കെ കാണാൻ, ഉള്ളിലൊക്കെ വഴികളൊക്കെ ആണെങ്കിൽ. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും ഹൈ ബീം ഇട്ട് വരുവാണെങ്കിൽ നമുക്കൊന്ന് പാസ് അടിച്ചു കൊടുത്താൽ ലോ ബീം ഒന്നും അവരാക്കൂല. കാരണം അവർക്ക് അതിപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അവരത്ര ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നത് ഇപ്പോൾ ബാക്കിലത്തെ മഡ് ഗാർഡ് വരുന്നത് ഫ്രണ്ടിലെ ഫ്രണ്ടിലെ മഡ് ഗാർഡ് വരുന്നത് ഇത് കുറച്ചുകൂടെ താന്നിരുന്നെങ്കിൽ ഇതിലധികം ചെളി ഇങ്ങോട്ട് തെറിക്കില്ല എന്ന് തോന്നുന്നു. ഇവിടേക്ക് ഈ മഡ് ഗാർഡ് കുറച്ചുകൂടെ താന്നിരിക്കുന്ന പോലെ വരും. അതെങ്ങനെയാണ് പോസിബിൾ എന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷേ ചെളിയും കൂടെ തെറിച്ചാലും ഉള്ളോട്ടേക്ക് പോകാനുള്ള ഗ്യാപ്പില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ ഉള്ളൂ. അതെ, ഇവിടെ വരെ വരും. അതൊരു വലിയൊരു പ്രോബ്ലം ആവാനുള്ള സാധ്യത. നിങ്ങളെ മേലേക്ക് ചെളി തെറിക്കുന്നുണ്ടോ? മേലേക്ക് നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതായത് പുറകിലിരിക്കുന്ന പില്ലിനൊന്നും തെറിക്കുന്നില്ല. പക്ഷെ പുറകിൽ വന്ന വണ്ടി ഏകദേശം ഇത്ര ഡിസ്റ്റൻസിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ചെളി വരുമ്പോൾ ഇവിടെ നിന്ന് ചെളി തെറിക്കുന്നുണ്ട്. അതായത് ബാക്കിൽ വരുന്ന ആളുടെ ഹെൽമെറ്റ് ലെവലിലേക്ക് വരെ ചെളി തെറിക്കുന്നുണ്ട്. അതായത് ബാക്കിൽ വരുന്ന വണ്ടികളുടെ ആൾക്കാരുടെ മേലേക്കാണ് തെറിക്കുന്നത്, അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മേലേക്ക് തെറിക്കുന്നില്ല. ഇല്ല. പക്ഷെ അതാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടല്ലേ. അടി കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളത് നമ്മളെ മേലെ തെറിച്ചാലും സാരില്ലാന്ന് വിചാരിക്കുക. ഒരു ഹെൽമെറ്റ് ലെവലിലേക്കൊക്കെ തെറിക്കുന്ന കുറച്ച്, ഞാനിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ അടിയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. പുറകിൽ ഞാൻ ഓടിച്ചു വരുമായിരുന്നു, മഴയുണ്ടായിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി ഒരു ഡിസ്റ്റൻസിൽ, അതായത് 2 വീലർ ഡിസ്റ്റൻസിൽ അടി ഒരു 45-50 ആ സ്പീഡിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം ഹെൽമെറ്റ് ലെവലിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഹാഫ് ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു ചെളി. അപ്പോൾ അതൊരു പോരായ്മ തോന്നി. മേ ബി 450യേക്കാളും ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസമാണെന്ന് തോന്നുന്നു. പിന്നെ സൈഡിലേക്ക് കാണാൻ ഇവിടെയൊക്കെ ചെളിയുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ വണ്ടി കഴുകിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇത് ഫുള്ള് ചെളിയാവും. ഇതിപ്പോൾ മഴയില്ലാത്ത ദിവസം പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ കൊല്ലാവുന്നുണ്ട്. ഈ ടയർ ഹഗ്ഗറൊക്കെ ഇടുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ കീ അതല്ല വണ്ടിക്കുണ്ടോയെന്നറിയില്ല. ഇത് നമുക്കിവിടെയാണ് സീറ്റ് തുറക്കുന്നത്. ബൂട്ട് തുറക്കാനുള്ള ഓപ്ഷൻ ഇതിലാണ് വരുന്നത്. ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ബൂട്ട് ഇവിടെ തുറക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തുറക്കേണ്ട പോലെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വരുന്നില്ല. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മേ ബി ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ സ്പ്രിങ് കാര്യങ്ങളൊക്കെ വല്ല ഹാർഡായിട്ടിരിക്കുന്നതുകൊണ്ടോ ലോക്ക് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ഫസ്റ്റ് സർവീസിൽ ഗ്രീസ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ ശരിയാവായിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ബൂട്ട് സ്പേസ് ഒക്കെ നല്ല ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഇത് എത്ര ലിറ്റർ ഉണ്ടെന്ന് അറിയാം? ലിറ്റർ കറക്റ്റായിട്ട് 34 35 വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ വണ്ടി കഴുകുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെള്ളം കയറാതിരിക്കാനായിട്ട്. ഓക്കെ. നമ്മളിപ്പോൾ അടച്ചിട്ട് ഇപ്പോൾ വണ്ടി നല്ല ഫോഴ്സിൽ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം കയറിയിട്ട് ഉള്ളിലേക്ക് വെള്ളം വരുന്നുണ്ട്. ചെറുതായിട്ട് വരുന്നുണ്ട്. അത് ഏത് വഴിക്കാണ് വരുന്നത്? അത് ഇത് വഴിക്കാന്ന് ചോദിച്ചാൽ അല്ല, എങ്ങനെ കഴിക്കുമ്പോഴാണ് വരുന്നത് വെള്ളം? ഉള്ളിൽ അടിയിൽ നിന്ന് ഫോഴ്സിൽ കഴിക്കുമ്പോൾ ചുമ്മാ പൈപ്പിൽ അടിച്ചാൽ മതി. പ്രഷർ വാഷിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് മേ ബി ഇവിടെ നിന്നിട്ടാണോ ഉള്ളിലേക്ക് വീഴുന്നതെന്ന് എനിക്കറിയില്ല. ഇത് തുറക്കുമ്പോൾ ഉടനെ ഇതിൽ വെള്ളം വരുന്നുണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം തുറക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ വെള്ളം ഉള്ളിലേക്ക് ചാടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സ്പേസ് ഒക്കെ നല്ലതാണ്, വണ്ടി ഓടിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ്. അപ്പോൾ അതൊരു സുഖമില്ല. അതായത് ഞാനൊരു 30 കിലോമീറ്റർ വൺ സൈഡ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടോട്ടൽ ഒരു 60 കിലോമീറ്റർ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് ഈ സ്റ്റിഫ് സസ്പെൻഷൻ കൊണ്ടാണ്. അതൊരു പോരായ്മയായിട്ട് തോന്നി എനിക്ക്. വലിയ സുഖമില്ല ഓടിക്കാനായിട്ട് അത് കൂടുതൽ പോകുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ സ്ലോ ആയിട്ട് ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്മാർട്ട് എക്കോയുടെ ഓപ്ഷൻ കിട്ടിയിരുന്നത് നന്നായിരുന്നുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഇത് വരുന്ന മറ്റേ ആക്സിലേറ്ററിൻ്റെ വരുന്ന ഗ്രിപ്പ് ഭയങ്കര ഹാർഡാണ്. അതുപോലെ ആക്സിലേറ്റർ തിരിക്കാനും ഓടിക്കുമ്പോൾ കുറച്ച് ഹാർഡാണ്. അവിടെ കൈക്കൊരു പെയിൻ പോലെ തോന്നും കുറേ കിലോമീറ്റർ. അതായത് 15 കിലോമീറ്റർ മുകളിൽ ഓടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. പിന്നെ ഒരു വോബ്ലിംഗ് പോലെ തോന്നുന്നുണ്ട്. ഒരു
ഇപ്പോൾ ഒരാൾ തനിച്ച് ഒരു 70 കിലോമീറ്റർ മുകളിലൊക്കെ പോവാണ്, ഹൈവേയിലൊക്കെ ഓപ്പൺ ഹൈവേയിൽ പോണ സമയത്ത് ചെറിയൊരു ആട്ടം ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, സസ്പെൻഷൻ്റെ ആട്ടം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 80 കിലോ ഒക്കെ ഉള്ള 2 പേര്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനുമായിട്ട് പോയത്, എനിക്കൊരു 80 കിലോ ഉണ്ട്. അപ്പോൾ പോണ സമയത്ത് എനിക്കൊരു ചെറിയ സ്ലോ സ്പീഡിൽ തന്നെ ചീത്ത വഴികളിലൊക്കെ കുറച്ച് ഒരു വോബ്ലിംഗ് ഉണ്ട്. അതായത് സ്റ്റെബിലൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണോ, ഇല്ലാന്നാണോ, കുറവാണെന്നാണോ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാന്നാണോ? സ്റ്റെബിലിറ്റി ഇല്ലാന്ന്. ബാക്ക് സൈഡ് വോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെറുതെ ഒരു ആട്ടം ഇങ്ങനെ വരില്ലേ, ഷോക്ക് അബ്സോർബ് ഈ ബാക്കിൽ മോണോഷോക്ക് വരുന്ന ഇപ്പോൾ F7 യൂണിക്കോണിലൊക്കെ ആണെങ്കിലും കുറച്ച് കിലോമീറ്റേഴ്സ്, അതായത് ഒരു 20-30,000 കിലോമീറ്റർ ഒക്കെ ഓടിയതിന് ശേഷം വെയിറ്റ് ഉള്ള ആൾക്കാരിരിക്കുന്ന സമയത്ത് ഒരു ആട്ടം ഉണ്ടാവും ചെറിയ കുഴിയിലൊക്കെ വീഴുന്ന സമയത്ത്. ആ ആട്ടം ഇപ്പോഴേ എനിക്ക് ഫീൽ ചെയ്ത് തോന്നുന്നുണ്ട്, വരുന്നുണ്ട്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാതിരിക്കാം, നെക്സ്റ്റ് അപ്ഡേറ്റിൽ വന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ വരുന്ന ഇപ്പോൾ പ്രോപാക്ക് ഇല്ലാത്ത മോഡലിൽ നമുക്ക് വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇതിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് മാത്രമേ വരുന്നില്ല. നമുക്ക് നാവിഗേഷനിലാണ് വരുന്നത്, ടച്ച് വരുന്നില്ല. പിന്നെ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടേക്കുന്ന കാരണം മോട്ടർ ഓഫാണ്. പിന്നെ ടൈം കാര്യങ്ങൾ, ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്നത് ആക്യുറേറ്റ് ആണ്. പിന്നെ കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. നമുക്ക് ഓൺ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇന്ന് രാവിലെ എടുക്കുമ്പോൾ തന്നെ ഓണായിട്ട് സ്ക്രീനിലൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓണായത്. അപ്പോൾ ഇതെല്ലാ വണ്ടികളിലും വരുന്നുണ്ടോ, അതായത് എല്ലാ റിസ്റ്റയിലും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ടോട്ടലി ഇത് ഹീറ്റ് ആകുന്നുണ്ട്, വെയിലടിക്കുമ്പോൾ സ്ക്രീൻ നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. ഇതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അത് അത്ര ബ്രൈറ്റ്നസ്സും ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്, ഇത് മാക്സിമം ആണോ? ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി പ്രോപാക്ക് ഒക്കെ ഉള്ള മോഡലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് സ്ക്രീനിൽ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇതിൽ. മറ്റേതിലാകുമ്പോൾ മാപ്പ്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ആവശ്യമില്ലാതെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഈ സ്മാർട്ടൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുമായിരുന്നു തോന്നുന്നു. ആ മോഡിട്ടാൽ നമുക്ക് ഇവർ പറയുന്ന 125 കിലോമീറ്റേഴ്സ് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പ് തോന്നുന്നുണ്ട്. ഞാൻ വളരെ സ്ലോ ആയിട്ടൊരു ദിവസം ഓടിച്ച് നോക്കി, 35 to 40 ആ ഒരു റേഞ്ചിൽ ഓടിച്ച് നോക്കിയ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു മൈലേജ് കിട്ടിയായിരുന്നു. ഈ 125 അവർ പറയുന്ന മൈലേജും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ വണ്ടീൻ്റെ പവർ, പെർഫോമൻസ് എല്ലാം എങ്ങനെയുണ്ട്? ഇതിൽ മോട്ടർ വരുന്നത് നമുക്ക് 4.3 കിലോ വാട്ടാണ്. ബാറ്ററി വരുന്നത് ടോപ്പ് മോഡൽ സെഡ് മോഡൽ വരുന്നത് 3.9 ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ പവർ അഡിക്വേറ്റ് ആയിട്ടുള്ള പവറുണ്ട്. 450 ലെവലിൽ വെച്ച് നോക്കുമ്പോൾ ഉള്ള പവർ നമുക്ക് വരുന്നില്ല. അതിന് മോട്ടറിനേക്കാളും പവർ ഇതിന് കുറവുണ്ട്. പിന്നെ ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നുമില്ല. പ്രായ ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് കൺട്രോൾ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്താലും സ്കിഡായി പോകുന്ന അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല ഹാൻഡ്ലിംഗ് ഒക്കെ സുഖമായിട്ടുണ്ട്. പ്രായമാർക്കും ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം, അവർക്ക് പേടിക്കില്ല. ബ്രേക്കിംഗ് ആണെങ്കിലും നല്ല ബ്രേക്കിംഗ് ആണ്. പവർ നല്ല പവറുണ്ട്. നമുക്ക് 2 പേരെ വെച്ചൊക്കെ സുഖമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാലും കയറ്റം കയറി പൊക്കോളും. 3 പേരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷേ 2 പേരിൽ സുഖമായിട്ട് കയറിപ്പോകും. സ്പീഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡിൽ പോയാലും നമുക്ക് അങ്ങനെ വലിയ പ്രശ്നം തോന്നുന്നില്ല. ഞാൻ വോബ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ഒഴിച്ച് ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. നല്ല ഹാൻഡ്ലിംഗ് ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണ്? ടോപ്പ് സ്പീഡ് 80 കിലോമീറ്റർ ആണ്. 80 കിലോമീറ്ററിന് ശേഷം നമ്മൾ ഇറക്കത്തിലാണെങ്കിലും ഒരു സ്പീഡ് ലോക്ക് ചെയ്തേക്കുന്ന പോലെ ഒരു ഫ്രീ ആയിട്ട് അങ്ങ് പോവാണ് വരുന്നത്. ബ്രോൻ്റെ വീട് എവിടെയായിരുന്നു? ഒറ്റപ്പാലം സൈഡ്. ഒറ്റപ്പാലം അല്ലേ? ഇപ്പോൾ നമ്മളിപ്പം പെരിന്തൽമണ്ണയിലേക്ക് അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് 47 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ആണല്ലേ? 47 കിലോമീറ്റർ ഓടിയിട്ടാണ് വന്നതല്ലേ? അപ്പോൾ എത്ര 100% ബാറ്ററിയിലാണ് വന്നത്? അതെ, 100% ബാറ്ററി. ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് ബാറ്ററി നോക്കാൻ പറ്റുമോ? കുറച്ച് സ്പീഡിലാണ് വന്നത്. ഇപ്പോൾ ഒരു 40% ഉള്ളൂ. 40% ബാറ്ററിയാണ്. അതെ, ഇപ്പോൾ ബാലൻസ് ഉള്ളത്. 47 കിലോമീറ്റർ ഓടി. അതെ, ഞാൻ കുറച്ച് സ്പീഡിലാണ് വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ ഇവിടുന്ന് എവിടെയെങ്കിലും ചാർജ് ചെയ്യണം? ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യണം. ഇപ്പോൾ ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മൾ ഗ്രിഡിലേക്കാണ് യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചാർജിങ് ഇല്ലാതെ, ചാർജ് കയറാതെ വരുന്നുണ്ട്. നോട്ട് ചാർജിങ് എന്ന് വരുന്നുണ്ട്. എന്തോ ലോക്കിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നോർമൽ വെഹിക്കിളിലെ ചാർജർ വെച്ച് നോക്കുമ്പോൾ പ്രശ്നം വരുന്നില്ല. ഗ്രിഡിൻ്റെ ആണോ വണ്ടിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഗ്രിഡിൻ്റെ മാത്രമായിരിക്കും അത്? അല്ല, വേറെ പല ഗ്രിഡുകളും ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. കുറേ ഗ്രിഡിൽ നോക്കി ഞാനിത് പുറത്തൊരു 6-7 ഗ്രിഡുകളിൽ ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ലോങ് ആയിട്ട് തിരൂർ വരെ ഒന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന്. അപ്പോൾ ആ സമയത്തും പല ഗ്രിഡുകൾ ചാർജ് ചെയ്യേണ്ടി വന്നപ്പോഴും പല സമയത്തും ഇങ്ങനെ ഒരു ഇഷ്യൂ തോന്നി. അത് അവരുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നോ? ഗ്രിഡ് പലപ്പോഴും പുറത്ത് വെച്ചേക്കുന്ന ഗ്രിഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് അതിലൊരു നമ്പറുണ്ട്, വിളിച്ച് പറഞ്ഞൊന്നുമില്ല. നമ്മളതിനനുസരിച്ച് ഒന്ന് മാനേജ് ചെയ്തിട്ട് വേറെ ഗ്രിഡ് അടുത്തുള്ള എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് അവിടെ പോയി ചാർജ് ചെയ്യാൻ നോക്കും. ഇതിപ്പം ഇവർ സ്പെഷ്യലി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ സീറ്റിനൊക്കെ ഇത്രയും ലെങ്ത്ത് കൂടുതലും കാര്യങ്ങളൊക്കെ. എനിക്കൊന്നും ഒരു 3 പേർക്ക് വരെ കറക്റ്റായിട്ട് ഇരിക്കാൻ തോന്നില്ല, അത്രയും നീളമുണ്ട്. പക്ഷെ ഇതിൽ ശരിക്കും ഇരുന്ന് പോകുമ്പോൾ എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെയുണ്ട്? ചെറിയ ദൂരത്ത് ഞാനൊരു പറഞ്ഞല്ലോ, 1 സൈഡ് 30 കിലോമീറ്റേഴ്സ് അങ്ങനെ വരുന്ന 30 കിലോമീറ്റർ വരുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത കേസിൽ ഒരു കൂടുതൽ ലോങ് പോവുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ്, ഡ്രൈവർ സീറ്റ് കുറച്ചധികം സ്റ്റിഫാണ്. അതെ അതെ, ബാക്കിൽ അത്രയും സ്റ്റിഫ് തോന്നുന്നില്ല, എന്നാലും സ്റ്റിഫ് തന്നെയാണ്. കുഴപ്പമില്ല വണ്ടി. പക്ഷേ ലോങ്
പോകുന്ന സമയത്ത് അത്ര സുഖമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവര് കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതൊരു ലോങ് പോകാനുള്ള വണ്ടി അല്ല തോന്നുന്നില്ല, സിറ്റിയിൽ യൂസ് ചെയ്യാനുള്ള വണ്ടിയാണ്. മോസ്റ്റ്ലി എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറും ലോങ്ങിനുള്ളതല്ല, നോർമൽ പർപ്പസിന് ഒരു എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിന് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം എത്ര ടൈം എടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന്? 5 to 6 hours വരും. എക്സാക്ട്ലി നോക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നത്. ഇത് എത്ര കിലോ വാട്ടിന്റെ ചാർജറാണെന്ന് അറിയോ? നിങ്ങളുടെ ചാർജർ 750 വാട്ട്സിന്റെ ചാർജർ. 750 വാട്ട്സ്. ഓക്കെ. നമുക്ക് ചാർജറിന്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ടൈം കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇവർ തരുന്നുണ്ടോ? അങ്ങനെ വല്ലതും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ എത്ര ഗ്രിഡിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ 1% in 1 minute. 1 minute, അതായത് ഒരു 1.5 മണിക്കൂറിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ 450X പലരും പറയണ്ടായിരുന്നു മറ്റേ ബെൽറ്റിന്റെ നോയ്സിനെ കുറിച്ചിട്ട്. ഇതിനും എനിക്ക് തോന്നുന്നത് അതേ നോയ്സ് നോയ്സ് ഉണ്ട്. പിന്നെ ഇത് കവേർഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ്. ബെൽറ്റ് ഒക്കെ കവേർഡ് ആണ്. ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആണ്, അതുകൊണ്ട് ചളി പൊടിയൊന്നും കയറത്തില്ല. ഇല്ല. ഇപ്പോൾ വരുന്ന 450ക്കും കവേർഡ് ആണ് വൺ സൈഡ്. ഇവിടെ വരുമ്പോൾ ഈ സൈഡ് വരുന്ന സമയത്ത് ഇവിടെയും കവേർഡ് ആണ്. അങ്ങനെ ഒരു മൊത്തത്തിൽ കവേർഡ് ആണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഡിസ്ക് അല്ല വരുന്നത്, ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. അത് നന്നായിട്ട് കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കും, കുഴപ്പമില്ല. നന്നായിട്ട്. ഇതിന്റെ ചാർജിങ് പോർട്ട് പഴയ പോലെ തന്നെയല്ലേ? ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇതിന്റെ മൊത്തത്തിലുള്ള ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് ബ്രോ? ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഫീൽ ചെയ്തു. നല്ല ഹാൻഡ്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില വണ്ടികളൊക്കെ കാണുന്ന പോലെ മറ്റേ മിറർ പെട്ടെന്ന് പോകുന്ന പോലത്തെ അങ്ങനെ ഫീലൊന്നും ഇത് തോന്നിയില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മിററായിട്ട് തന്നെയാണ് തോന്നിയത്. ഹാൻഡിലാണേലും ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ബോഡി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മാറ്റ് ഫിനിഷാണ് വരുന്നത് മോഡലിൽ. ഒരു ഗ്രേ കളറിൽ വരുന്ന വണ്ടിയിൽ മാത്രമാണ് ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് വരുന്നത്. ഓക്കെ. അപ്പം ബ്രോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വണ്ടി ശരിക്കും എനിക്ക് തോന്നുന്നത് ബ്രോ പറഞ്ഞത് കേട്ടിട്ട് വണ്ടി ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടി കമ്പനി കുറച്ചും കൂടി അല്ലേ അടുത്തൊരു വേരിയന്റ് ഇറക്കുന്ന അല്ലെങ്കിൽ അടുത്തൊരു മോഡൽ ഇറക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. നല്ല വണ്ടി തന്നെയാണ്. ഒത്തിരി ലോങ് ഓടിക്കേണ്ടെന്നുള്ള ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെയിലി 30 കിലോമീറ്റർ ഓടിക്കുന്ന ആൾക്കാർക്ക്, 30 വൺ സൈഡ് 30 ടോട്ടൽ 60 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് നല്ലൊരു വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനിയാണെങ്കിലും ഒരു വണ്ടി എടുക്കണമെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല വണ്ടിയാണത്. പക്ഷേ എല്ലാവരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയുടെ അടുത്താണ്. അത് ശരിക്കും വർത്താണോ? അത് ശരിക്കും കോസ്റ്റ്ലി ആണ്. അതുപോലെ പാർട്സിൻ്റെ കാര്യത്തിലൊക്കെ കോസ്റ്റ്ലി ആണ്. അത് സർവീസും കോസ്റ്റ്ലി ആണ്. ഞാൻ ചോദിച്ചിടത്തോളം കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക്. അപ്പം എഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ എടുക്കുക. അതെ. പക്ഷേ അല്ലാത്തൊരു വേറെ വില കുറഞ്ഞ മോഡൽ നോക്കുക. എന്ത് പറയാനാ. അതെ. അതേപോലെ ബ്രോ ഇതിൽ സ്മാർട്ട് എക്കോ ഇല്ലാത്തതുകൊണ്ട് ബ്രോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു എന്താ സ്റ്റിഫ്നെസ്, പെട്ടെന്ന് വണ്ടി നിന്ന് പോകുന്ന പോലത്തെ ഒരു പോലെയല്ല, പെട്ടെന്ന് ബ്രേക്ക് ആയി പോകണ പോലെ, അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോ കിട്ടാത്ത പോലെ. ഇത് സ്മാർട്ട് എക്കോ ഇല്ലാത്തതുകൊണ്ടാണോ റീജൻ്റെ ആണോ എന്താണെന്നുള്ളത് എക്സാക്ട്ലി എനിക്കറിയില്ല. അത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ? എന്നാലും ഇല്ല, ഇപ്പോഴും കിട്ടുന്നില്ല. അത് കുറച്ച് ദൂരം ഓടിച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട്. അത് ഇത്രയും പോവില്ല, വണ്ടി പെട്ടെന്ന് തന്നെ നിൽക്കും. ഇത്രയും പെട്ടെന്ന് തന്നെ പോയി നിൽക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലേ? എനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരം ഒരു 10-15 കിലോമീറ്റർ ഓടിക്കുമ്പോഴാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ആണല്ലേ? എനിക്ക് ഇനിയിപ്പോൾ അത് റീജൻ്റെ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ഹാർഡായിട്ടുള്ള റീജൻ കുറച്ച് ഡിസ്കംഫർട്ടബിൾ. പെട്ടെന്ന് വണ്ടി നിന്ന് പോകാൻ പാടില്ല. നമുക്ക് ഒരു 10-15 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്ത ഒരു ഫീലാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ വേണം റീജൻ്റെ അല്ലേ? ലോ റീജൻ, മീഡിയം ഉള്ള പോലെ മോഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഹാർഡ് ഫീലിംഗ് ആണ്. ആക്സിലേറ്റർ വിട്ട് അപ്പം വണ്ടി നിൽക്കുന്ന പോലെ പതുക്കെ അങ്ങോട്ട് പോയി നിൽക്കും. അതൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ ചില സമയത്ത് അത് സേഫ് അല്ല. കുറച്ച് ദൂരം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ ഒരു ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. ഒരു അല്ല, ഞാൻ ചില സമയത്ത് അത് സേഫ് അല്ല എന്ന് പറയാൻ കാരണം ആക്സിലേറ്റർ വിടുമ്പോൾ പെട്ടെന്ന് വണ്ടി നിൽക്കുന്നതേ പെട്ടെന്നല്ല, സഡനായിട്ട് നിൽക്കുന്നില്ല. എന്നാലും കുറച്ച് ദൂരം അങ്ങോട്ട് നമുക്ക് കുറച്ച് ഇവിടുന്ന് ഒരു നെക്സ്റ്റ് വെഹിക്കിളിന്റെ ഡിസ്റ്റൻസിൽ വണ്ടി ഓഫ് ആവും. അതേപോലെ ഞാൻ ചോദിക്കാൻ വിട്ടു, ഇതിന്റെ വാറണ്ടി എത്രയാണ് വണ്ടിന്റെ? പ്രോ പാക്ക് എടുക്കാത്ത ഈ മോഡലിന് 3 years ആണ് വാറണ്ടി. മോട്ടർ, ബാറ്ററി എല്ലാം ടോട്ടൽ വെഹിക്കിൾ ഇൻക്ലൂഡിങ് ചാർജറാണ് വരുന്നത്. കിലോമീറ്റേഴ്സ് 30,000 അല്ലേ? അത് കുറച്ച് കുറവല്ലേ? അത് കുറവാണ്. ശരിയാണല്ലേ? പ്രോ പാക്ക് എടുത്താൽ എക്സ്റ്റൻഡ് ആയിട്ട് ഒരു 30,000 എക്സ്ട്രാ ആയിട്ട് ടോട്ടൽ 60,000. 6 വർഷം വാറണ്ടി പോലെ. 6 വർഷം 60,000 പ്രോ പാക്ക് എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ 3 വർഷം 30,000 കിലോമീറ്റർ. അപ്പോൾ അമലെ, നിങ്ങളുടെ വാല്യുബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. കാണാൻ നല്ല.